ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21-ാം 18-ാം വാക്യം. നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. എത്രയോ ആശ്വാസം നൽകുന്നൊരു കാര്യം, ഒരു ഉറപ്പ് എൻ്റെ ദൈവം നൽകും. എന്താ? ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകത്തില്ല. അത്രയേറെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുക. പലപ്പോഴും ഈ ഒരു ഉറപ്പില്ലാതായി പോയി. അതുകൊണ്ടാണ് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മൾ വീണു പോകുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയല്ലേ. എല്ലാവരും തിരസ്കരിക്കുമ്പോൾ എനിക്കാരുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ കടബാധ്യതകളിലൂടെ ഞാൻ കടന്നുപോയി, രോഗങ്ങളിലൂടെ കടന്നുപോയി, ഒരൊറ്റ മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല അച്ഛാ. പലപ്പോഴും പലരും വന്ന് പറയുന്ന ഏറ്റവും വേദന നിറഞ്ഞ യാഥാർത്ഥ്യം ഇത്. കാരണം സ്നേഹിതരെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നവരുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവെച്ചു കൊടുത്തവരുണ്ട്. അവിടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവിടെ ഒപ്പം ഞാൻ നടന്നിട്ടുണ്ട്. എന്നിട്ടും അച്ഛാ അവരെന്നോടൊന്ന് ചോദിച്ചു പോലുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഞാൻ ആരുടെ സന്നിധി വരണം? ഈശോയുടെ സന്നിധി. ഈശോ പറയുന്ന ഉറപ്പെന്താണ്? നിന്റെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകത്തില്ല കേട്ടോ. അത്രയേറെ നിന്നെ ഞാൻ കരുതുന്നുണ്ട്. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറിച്ച് നിന്റെ കൂടെ ഞാനുണ്ട്. എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഉറപ്പായത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ ഒരിക്കലും ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല, ഒരിക്കലും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞാൻ വീണു പോകത്തില്ല. പലപ്പോഴും പലരും ആത്മഹത്യകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഉള്ളം കയ്യിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക. എത്ര വലിയ പ്രശ്നങ്ങൾ നിന്റെ ചുറ്റും നടന്നാലും മോനെ നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകത്തില്ല. അത്രയേറെ നിന്നെ കരുതുന്ന ഒരു ദൈവം. സ്നേഹമുള്ളവരെ, ഇത്രയേറെ കരുതാനായിട്ട് വേറെ ആർക്കാ എൻ്റെ ജീവിതത്തിൽ സാധിക്കും? ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ കൂട്ടുകാർക്കോ ആർക്കും കരുതാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം കരുതുന്നത് പോലെ കരുതാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കും. അത്രയേറെ എൻ്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്. ഒരു തലമുടിയുടെ പോലും നശിച്ചു പോകാത്ത രീതിയിൽ എണ്ണി തിട്ടപ്പെടുത്തി എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ സംരക്ഷണം തിരിച്ചറിയാനായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാതെ പോകുന്നത്? വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് എന്തിനാ ജീവിതത്തിൽ നിരാശപ്പെടുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ സംരക്ഷിക്കുന്ന ഈ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഒരിക്കലും ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയും. കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പിൽ അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.